2025 is officially coming to an end. ഈ വർഷം എത്ര പെട്ടെന്നല്ലേ പോയത്? മാസങ്ങൾ കടന്നുപോയി, ആഴ്ചകൾ കടന്നുപോയി, ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ ഫൈനലി നമ്മളിതാ ഡിസംബർ എന്ന് പറഞ്ഞ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു മന്തിലും അത് നിൽക്കുകയാണ്. ഇനി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിൽ കുറച്ച് ദിവസങ്ങൾ കൂടി ഉള്ളൂ 2026 ആകാൻ വേണ്ടിയിട്ട്. ഈ വർഷം തുടങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. എനിക്ക് സ്റ്റിൽ ഓർമ്മയുണ്ട്, ഞങ്ങൾക്ക് എല്ലാ ഡിസംബർ 31 ചർച്ചിൽ മീറ്റിംഗ് ഉണ്ടാകും. അപ്പോൾ അന്ന് ഞാൻ മീറ്റിങ്ങിന് പോയി. നെക്സ്റ്റ് ഡേ, അതായത് ജാനുവരി 1, ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വരുന്നത് ജസ്റ്റ് ഇന്നലെ പോലെ എനിക്ക് തോന്നുകയാണ് ഗൈസ്. അപ്പോൾ ചിലർക്കൊക്കെ ഈ വർഷം നല്ല അടിപൊളി വർഷമായിരുന്നു കാണും, ചിലർക്കൊക്കെ കുഴപ്പമില്ല എന്നുള്ള വർഷമായിരുന്നു കാണും, ചിലർക്ക് ഒട്ടും ഒന്നും കൊണ്ട് കൊള്ളത്തില്ല എന്നുള്ളൊരു വർഷമായിരുന്നു കാണും. പക്ഷേ സ്റ്റിൽ നമുക്ക് സമയമുണ്ട് ഗൈസ്. നമ്മുടെ ഫ്രണ്ടിൽ 1 മാസം തികച്ചില്ല, 2 മാസം തികച്ചില്ല എന്നൊക്കെ എനിക്കറിയാം. ഈ ഒരു ഡിസംബർ എന്ന് പറഞ്ഞ ഈ മാസം എൻഡാവാനായിട്ട് ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. പക്ഷേ നമുക്ക് ഈ കുറച്ച് ദിവസങ്ങളിൽ ചെയ്തു തീർക്കാൻ പറ്റിയ ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇൻട്രോ പറഞ്ഞ് കൂടുതൽ ചളവാക്കി കുളവാക്കുന്നില്ല. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. ഡീക്ലട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. റിമൂവ് തിങ്സ് ഫ്രം യുവർ ലൈഫ് ദാറ്റ് യു ഡു നോട്ട് നീഡ് എനിമോർ. നിങ്ങൾക്കിനി വേണ്ട, അതിനെ കൊണ്ട് ആവശ്യമില്ല, വേണ്ടാത്തൊരു സാധനത്തിന് നിങ്ങൾ അങ്ങ് റിമൂവ് ചെയ്ത് കളയുക. ഇനി ഈ ഡീക്ലട്ടർ തന്നെ പല തരത്തിലുണ്ട്. അതായത് എൻവയോൺമെൻറ്റൽ ഡീക്ലട്ടർ ഉണ്ട്, സോഷ്യൽ ഡീക്ലട്ടർ ഉണ്ട്, മെൻ്റൽ ഡീക്ലട്ടർ ഉണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം എൻവയോൺമെൻറ്റൽ ഡീക്ലട്ടർ എന്താണെന്ന് നോക്കാം. ഈ എൻവയോൺമെൻറ്റൽ ഡീക്ലട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂം, നമുക്ക് ചുറ്റുമുള്ള സറൗണ്ടിങ്സിനൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുക. ഇതാണ് എൻവയോൺമെൻറ്റൽ ഡീക്ലട്ടർ. ഓക്കെ, ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ കളയുക. രണ്ടാമത്തത് സോഷ്യൽ ഡീക്ലട്ടർ. ഈ രണ്ടാമത്തെ സോഷ്യൽ ഡീക്ലട്ടറിൽ എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഫോളോ ചെയ്ത് വെച്ചേക്കുന്ന അക്കൗണ്ട്സ് ഉണ്ടാകും, നമുക്ക് ആവശ്യമില്ല. ഓക്കെ, അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അല്ലെങ്കിൽ നമ്മുടെ സമാധാനം കളയുന്ന കുറേ അക്കൗണ്ട്സ് ഉണ്ടാവും, നമുക്ക് ആവശ്യമില്ലാത്ത അക്കൗണ്ട്സ് ഉണ്ടാവും. ആ അക്കൗണ്ട്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അൺഫോളോ ചെയ്ത് കളയുക. ദെൻ വാട്സപ്പ് ഗ്രൂപ്പ്സ്, ചിലപ്പോൾ ആവശ്യമില്ലാത്ത വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാകും, അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ അതിന് നമ്മൾ ലെഫ്റ്റ് ആകുക, ആവശ്യമില്ലെങ്കിൽ മാത്രം. ദെൻ ഇപ്പം ഏതെങ്കിലും കോണ്ടാക്ട്സ്, നിങ്ങൾക്ക് വേണ്ടാത്ത ഏതെങ്കിലും കോണ്ടാക്ട്സ് നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ അതിലേക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇതാണ് സോഷ്യൽ ഡീക്ലട്ടർ. ഈ മെൻ്റൽ ഡീക്ലട്ടറിൽ പറയുന്നത് നമുക്ക് നമ്മുടെ എനർജീനെ, അല്ലെങ്കിൽ നമ്മുടെ പീസ്, നമ്മുടെ സമാധാനത്തിനെ ഡ്രെയിൻ ചെയ്യുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതിനോട് നോ പറയുക. ഓക്കെ, നോ എന്ന് വെച്ചാൽ നോ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഡീക്ലട്ടർ. എലിമിനേറ്റ് ബാഡ് ഹാബിറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും ബാഡ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ അതിനങ്ങ് എലിമിനേറ്റ് ചെയ്യുക, അതായത് വേണ്ടെന്ന് വെക്കുക. ഓക്കെ, നിങ്ങൾക്കേ അറിയാവൂ നിങ്ങൾക്കുള്ള ബാഡ് ഹാബിറ്റ്. എനിക്കുള്ള ബാഡ് ഹാബിറ്റ് എനിക്കറിയാം, അതുപോലെ നിങ്ങൾക്കുള്ള ബാഡ് ഹാബിറ്റ് നിങ്ങൾക്കേ അറിയാവൂ. അപ്പോൾ എന്താണ് ബാഡ് ഹാബിറ്റ് എന്ന് നോക്കിയിട്ട് അതിനെ അങ്ങ് എലിമിനേറ്റ് ചെയ്ത് കളയുക. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാമല്ലോ, അത് ബാഡ് ഹാബിറ്റ് ആണെന്ന് നിങ്ങൾക്കറിയാം, പിന്നെ എന്തിനാണെന്ന് വെച്ചുകൊണ്ടിരിക്കുന്നത്? ജസ്റ്റ് എലിമിനേറ്റ്. ഓക്കെ, സ്റ്റാർട്ട് എ ന്യൂ ഹാബിറ്റ്. ഒരു പുതിയ ന്യൂ ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അതിപ്പോൾ ഒരു 10 മിനിറ്റ് നടക്കുന്നതായിരിക്കും, ജേണലായിരിക്കും, ചിലപ്പോൾ ഏർലി സ്ലീപ്പായിരിക്കും. നിങ്ങൾ ലേറ്റായിട്ട് ഉറങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നേരത്തെ ഒന്ന് ഉറങ്ങുക, അതൊക്കെ ആയിരിക്കും. അങ്ങനെ അത് എൻ്റെ ഒരു എക്സാമ്പിൾ കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾ ഏതാണോ അത് നിങ്ങൾ ചെയ്യുക. ഒരു നല്ല ഗുഡ് ഹാബിറ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. സേവ് എ ലിറ്റിൽ മണി. കുറച്ച്, കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ, കുറച്ചുണ്ടെങ്കിൽ കുറച്ച്. ഞാൻ ഇപ്പോൾ കുറച്ചേ പറയുന്നുള്ളൂ. കൂടുതലെടുക്കാൻ ചിലപ്പോൾ എല്ലാവരും കയ്യിൽ ഉണ്ടാവില്ല. കുറച്ചെങ്കിൽ കുറച്ച്, എത്രയാണോ ഉള്ളത് അതത്രയും നമ്മൾ എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. അതിപ്പോൾ എത്രയാവട്ടെ, എന്തും ആവട്ടെ, എത്ര എമൗണ്ട് ആവട്ടെ, നിങ്ങളത് സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു മന്ത് എൻഡായി, 2025 എൻഡായിട്ട് 2026 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ സേവ് ചെയ്ത് വെച്ച മണി കൊണ്ട് നിങ്ങൾക്ക് തന്നെ ഒരു ഗിഫ്റ്റ് ചെയ്യുക. ഓക്കെ, 5th one, പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ സ്മോൾ തിങ്സ്. കുഞ്ഞു കാര്യങ്ങൾക്കും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. അതായത് ഒരു ബുക്കോ ഒരു പേപ്പറോ നിങ്ങൾ എടുത്തിട്ട് അതിൽ ഈ വർഷം തുടങ്ങിയത് മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്ത നിങ്ങൾ വിൻ ചെയ്ത കുഞ്ഞു കാര്യങ്ങളാകാം, ചില വലിയ കാര്യങ്ങളാകാം, എന്തും ആവട്ടെ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി ഒരു ലിസ്റ്റാക്കി വെക്കുക. എന്നിട്ട് നിങ്ങളത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ വർഷം ഇതൊക്കെ നേടി, ഇങ്ങനെയൊക്കെ നടന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. ഓക്കെ, അല്ലാണ്ട് നമ്മൾ അയ്യോ ഈ വർഷമൊന്നും നമുക്ക് കിട്ടിയില്ലല്ലോ, ഈ വർഷം ഞങ്ങൾ ഒന്നും ചെയ്തില്ലല്ലോ എന്നിരിക്കാണ്ട് കുഞ്ഞു കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പോലും അതിന്
ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടുവരാം. ക്രിയേറ്റ് എ സ്മോൾ വിഷൻ ബോർഡ് ഫോർ 2026 വേണ്ടിയിട്ട് ഒരു കുഞ്ഞു വിഷൻ ബോർഡ് ചെയ്യാം. എന്താണ് ഈ വിഷൻ ബോർഡ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ. കാര്യം എനിക്ക് വിഷൻ ബോർഡ് സെറ്റാക്കണം. അപ്പോൾ ആ സമയത്ത് ഞാൻ ഉറപ്പായിട്ടും വിഷൻ ബോർഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാനിത് പറഞ്ഞതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം എന്താണ് വിഷൻ ബോർഡ് എന്നുള്ള കാര്യം. നിങ്ങൾക്കിപ്പോൾ 2026 നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യണം, ഗ്രോ ചെയ്യണം, ഹീൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബോർഡ്, ഇപ്പം ബോർഡില്ലെന്നുണ്ടെങ്കിൽ ഒരു പേപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് കാണിച്ചു തരാം. ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. എടുത്തിട്ട് പിൻട്രസ്റ്റിലോ ഗൂഗിളിലൊക്കെ ഇഷ്ടമാതിരി ഫോട്ടോസ് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾക്ക് ഒരു BMW മേടിക്കണം. ഓക്കെ, BMW മേടിക്കുന്നുണ്ടെങ്കിൽ BMW ഫോട്ടോ നിങ്ങൾ ഗൂഗിളിലെന്നോ അല്ലെങ്കിൽ പിൻട്രസ്റ്റിലൊന്നോ എടുത്ത് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. ദെൻ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ ആ ഒരു ഐക്കണില്ലേ അതൊക്കെ എടുത്ത് പിൻ ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾക്കൊരു ട്രിപ്പ് പോകണം, ഒരു സോളോ ട്രിപ്പ് ബൈക്കിൽ പോകണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റിക്ക് ചെയ്ത് വെക്കുക. അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് അടുത്ത വർഷത്തിലേക്ക് ഇതൊക്കെ നടക്കണം, ഇതൊക്കെ ഞാൻ അച്ചീവ് ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരു ഹയർ സ്റ്റഡീസിന് പോയി, ആ ഹയർ സ്റ്റഡീസിന് പോയിട്ട് നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റിക്കർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോസ്റ്റർ പോലത്തെ ഒരു സംഭവം ഉണ്ടാവൂലേ, അതെടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതേപോലത്തെ കുറേ കാര്യങ്ങൾ, ചിലർക്ക് ബൈക്ക് വാങ്ങിക്കണം, ബൈക്ക് റൈഡ് പോകണം, പിന്നെ ഇതിനെക്കുറിച്ച് ചിലപ്പോൾ ഫേവറേറ്റുള്ള ഡെസ്റ്റിനേഷനൊക്കെ ഉണ്ടാവും ട്രിപ്പ് പോകാനൊക്കെ. അപ്പോൾ ആ ഡെസ്റ്റിനേഷൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് ഒട്ടിച്ച് വയ്ക്കുക. അപ്പോൾ ഇതാണ് വിഷൻ ബോർഡ്. അപ്പോൾ നിങ്ങൾക്ക് വിഷൻ ബോർഡിനെ കുറിച്ച് കൂടുതൽ ഐഡിയ കിട്ടും. ഞാൻ ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വിഷൻ ബോർഡ് എന്താണ്, എങ്ങനെയൊക്കെ അതിൽ സ്റ്റിക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ കിട്ടും. ഞാൻ ആ വീഡിയോ ഉടനെ തന്നെ ചെയ്യാൻ ട്രൈ ചെയ്യാം. സ്റ്റാർട്ട് റീഡിങ് 1 ബുക്ക്. ഒരു ബുക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, റീഡ് ചെയ്യാൻ തുടങ്ങുക. അപ്പം അത് അവസാനിപ്പിക്കാൻ പറ്റും. ഇപ്പം വായിച്ച് തുടങ്ങി അവസാനിപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ തുടങ്ങുക. എന്തായാലും ഒരു ബുക്ക് വായിക്കാൻ നിങ്ങൾ തുടങ്ങുക. അറ്റ്ലീസ്റ്റ് ഒന്ന് മതി. കാര്യം നമുക്കിനി കുറച്ച് ദിവസം കൂടി ഉള്ളൂ അല്ലേ, ഈ വർഷം അവസാനിക്കാനായിട്ട് കുറച്ച് ദിവസം കൂടി ഉള്ളൂ. അതുകൊണ്ട് ഒരു ബുക്കെങ്കിൽ ഒരു ബുക്ക് നിങ്ങൾ ആ ഒരു ബുക്ക് വായിക്കാൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബുക്ക്, നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള, ഇപ്പം മലയാളം ആകാം, ഇംഗ്ലീഷ് ആകാം, ഇപ്പം വേറെ ഏതെങ്കിലും ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിൽ അതാകാം. ഏത് ലാംഗ്വേജ് ആണെങ്കിലും കുഴപ്പമില്ല, ഒരു ബുക്ക് നിങ്ങൾ വായിക്കാൻ വേണ്ടി തുടങ്ങാം. ഡു സംതിങ് ദാറ്റ് സ്കെയർസ് യു. നിങ്ങളെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടാവും, അത് നിങ്ങൾക്കേ അറിയാവും. അപ്പം നിങ്ങളത് എന്ത് ചെയ്യുക, ആ ഒരു പേടി മാറ്റിയിട്ട് ആ പേടിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഹൈറ്റ് പേടി ഉണ്ടാവും എന്ന് വെച്ചാൽ ഞാൻ ഉയരത്തിനടുത്ത് ചാടാനും നല്ലതായിട്ട് പറയുന്ന ആരങ്ങനെ ചെയ്ത് കളയരുത്. ചിലപ്പോൾ കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇപ്പോൾ ലൈക്ക് സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കാൻ നിങ്ങൾക്ക് പേടിയുണ്ടാകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കുക. അതുപോലെ ഒരു ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസിൽ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാൻ നിങ്ങൾക്ക് പേടിയുണ്ടാവും. അതൊക്കെ മാറ്റിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതുപോലെ നിങ്ങൾ പറയണം. ഓക്കെ, അല്ലാണ്ട് പേടിച്ച് വിറച്ച് മാറി നിൽക്കാണ്ട് അതൊക്കെ ചെയ്യുക. അപ്പോൾ ആ കുഞ്ഞു നിങ്ങളെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ആ പേടി നിങ്ങൾ എന്ത് ചെയ്യുക, ഓവർകം ചെയ്യാൻ വേണ്ടി നോക്കാം. റീഅറേഞ്ച് യുവർ റൂം. ഓക്കെ, അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് റൂം ഉണ്ടാവില്ല, ചിലപ്പോൾ ഉണ്ടാകും. അപ്പോൾ റൂം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ബെഡ്, സ്റ്റഡി ടേബിൾ, ബീറോ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്യുക. അങ്ങനെ റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അടുത്ത വർഷത്തിലോട്ട് പോകുമ്പോഴേക്കും പഴയ ആ ഒരു ഫീൽ കിട്ടാണ്ട് ഒരു പുതിയൊരു ഫീൽ, ഒരു ഫ്രഷ് അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് ആയിക്കോട്ടെ, ഒരു പുതിയ റൂമിലോട്ട് നമ്മൾ വന്നത് മാതിരി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ റൂമിൽ എപ്പോഴും ചിലപ്പോൾ ബെഡൊക്കെ ഒരേ ഡയറക്ഷനിലായിരിക്കും കിടക്കുക. അതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ റൂമിനെ നല്ല സൂപ്പറായിട്ട് ഡെക്കറൊക്കെ ചെയ്ത് ഒന്ന് സെറ്റാക്കി റീഅറേഞ്ച് ചെയ്യുക. ടേക്ക് യുവർ സെൽഫ് ഓൺ എ സോളോ ഡേറ്റ്. നിങ്ങൾക്ക് തന്നെ ഒരു സോളോ ഡേറ്റ് കൊടുക്കുക. എല്ലാവരും കൂടെ പടയായിട്ട്, ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും കൂടെ പടയായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ, ഒരു കഫേയിൽ പോവാതെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ ഒരു സോളോ ഡേറ്റ് കൊടുക്കുക. നിങ്ങൾ ഒരു കോഫി ഷോപ്പിലോ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിലോ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡൊക്കെ വാങ്ങിച്ച് നിങ്ങൾ കഴിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോവുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ, അങ്ങനെ നിങ്ങളൊരു സോളോ ഡേറ്റ് നിങ്ങൾ മാത്രം മതി. നിങ്ങൾ മാത്രമായിട്ടൊരു സോളോ ഡേറ്റ് നിങ്ങൾ കൊടുക്കാൻ ട്രൈ ചെയ്യുക. എല്ലാവരും കൂടെ പടയായിട്ട് പോകുന്നു വേണ്ട, നിങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സോളോ ഡേറ്റ് അത് സെറ്റാക്കാം. അൺഫോളോ അക്കൗണ്ട്സ് ദാറ്റ് ഹേർട്ട്സ് യുവർ മെൻ്റൽ ഹെൽത്ത്. നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ ഹേർട്ട് ചെയ്യുന്ന അക്കൗണ്ട്സ് ഉണ്ടാകും ഇൻസ്റ്റാഗ്രാമിൽ, ഉണ്ടാവില്ലേ? ആ അക്കൗണ്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങ് അൺഫോളോ ആക്കി കളയുക. എന്തിനാണ് ചുമ്മാ നിങ്ങളുടെ സമാധാനം നിങ്ങൾ തന്നെ കളയുന്നത്, ഡ്രെയിൻ ചെയ്ത് കളയുന്നത്, എനർജി എന്തിനാണ് ഡ്രെയിൻ ചെയ്ത് കളയുന്നത്? സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോഴും നിങ്ങൾക്കറിയാം, അറിയില്ലേ, ആ അക്കൗണ്ടൊക്കെ നിങ്ങളുടെ
മെൻ്റൽ ഹെൽത്തിനെ ഹേർട്ട് ചെയ്യുന്നെന്ന് നിങ്ങൾക്കറിയാം. എന്നിട്ട് എന്തിനാ വെച്ചോണ്ട് നിൽക്കുന്ന ആ അക്കൗണ്ടൊക്കെ നിങ്ങൾ അൺഫോളോ ആക്കി കളയുക. അല്ലെങ്കിൽ അങ്ങനത്തെ അക്കൗണ്ട് അൺഫോളോ അല്ല, നിങ്ങളുടെ സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ഇങ്ങനെ ചകഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അങ്ങ് ബ്ലോക്ക് ആക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരാൾ നിങ്ങളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല, നിങ്ങൾ അത് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, അത് ഹേർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയെ ഡ്രെയിൻ ചെയ്ത് നിങ്ങളുടെ സമാധാനം നിങ്ങൾ കളയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ബ്ലോക്ക് ആക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അൺഫോളോ ആക്കി കളയുക. ഡീപ്പ് ക്ലീൻ യുവർ റൂം ആൻഡ് ടേബിൾ. നിങ്ങളുടെ ടേബിളും നിങ്ങളുടെ റൂമും ഒക്കെ നന്നായിട്ട് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുക. നിങ്ങളുടെ റൂമിലൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ, ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഒതുക്കിപ്പറക്കിയൊക്കെ വെച്ചിട്ടുണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ എടുത്ത് കത്തിച്ചളയെ ഇലയാക്കെങ്കിലും കൊടുക്കുക. ആവശ്യമുള്ളവർക്ക് അത് യൂസ് ഇല്ല, പക്ഷെ വേറൊരാൾക്ക് യൂസ് ആകുന്നുണ്ടെങ്കിൽ അത് ആർക്കെങ്കിലും കൊടുക്കുക. അങ്ങനെ ആർക്കെങ്കിലും കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഫുൾ നന്നായിട്ട് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റഡി ടേബിൾ ഉണ്ടാകും. ആ സ്റ്റഡി ടേബിളൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒതുക്കി പറക്കി വെച്ചിട്ടുണ്ട്. ആവശ്യമില്ലാത്ത ബുക്ക് പിന്നെ പേപ്പേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കളഞ്ഞ് നല്ല ഡീപ്പായിട്ട് ഒന്ന് വൃത്തിക്കും വെടുപ്പിനും ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കാറും. ട്രൈ എ ന്യൂ ഫുഡ് ഓർ എ ന്യൂ ഡ്രിങ്ക്. നിങ്ങൾക്കിപ്പോൾ കുറേ ദിവസം കൊണ്ട് അല്ലെങ്കിൽ കുറേ വർഷം കൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന എന്തെങ്കിലും ഫുഡോ ഡ്രിങ്കോ എന്തെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യണം, ന്യൂവായിട്ട് ട്രൈ ചെയ്യണം നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സമയം തീർന്നിട്ടില്ല ഗൈസ്. നിങ്ങൾക്ക് ഇനി സമയമുണ്ട്, നിങ്ങൾ വേഗം പോയി അത് ട്രൈ ചെയ്യുക. ഓക്കെ, വെച്ചുകൊണ്ടിരിക്കരുത്. ഇനി നിങ്ങൾ വിചാരിച്ചാൽ പെട്ടെന്ന് പറ്റും. അപ്പം ഇനി 2025 അവസാനിക്കാനായിട്ട് ഇനി കുറച്ച് നാളും കൂടെ ഉള്ളൂ, സമയമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ ഇനി 1-2 ദിവസമല്ല, ഇനി ദിവസങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വേഗം പോയി ആ ന്യൂ ഫുഡോ ന്യൂ ഡ്രിങ്കോ എന്തെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വേഗം പോയി ട്രൈ ചെയ്യുക. ഓർഗനൈസ് യുവർ ജ്വല്ലറി, ബാഗ്സ് ആൻഡ് അക്സസറീസ്. നിങ്ങൾക്കുള്ള ബാഗ്സും അക്സസറീസും ജ്വല്ലറിയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർഗനൈസ് ചെയ്ത് വെക്കുക. അപ്പം നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ട്, മീഷോ, ആമസോൺ എന്നുള്ള സൈറ്റ്സിലൊക്കെ എന്തുണ്ട്, ഓർഗനൈസേഴ്സൊക്കെ ഉണ്ട് ഈ ജ്വല്ലറിയൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന. ഇതേപോലെ തന്നെ ഇപ്പം മേക്കപ്പ് പ്രോഡക്ട്സൊക്കെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഓർഗനൈസേഴ്സ് ഉണ്ട്. അപ്പോൾ അതേപോലത്തെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ജ്വല്ലറീസും അക്സസറീസൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർഗനൈസ് ചെയ്ത് വെക്കുക. അതേപോലെ ബാഗൊക്കെ എവിടെയെങ്കിലും കൊണ്ട് വലിച്ചു വരിടാതെ അതൊക്കെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് സേഫായിട്ട് സെക്യൂറായിട്ട് വെക്കാൻ ട്രൈ ചെയ്യുക. മേക്ക് എ സ്മോൾ പർച്ചേസ് ദാറ്റ് ബ്രിങ്സ് യു ഹാപ്പിനെസ്. നിങ്ങൾക്ക് ഹാപ്പിനെസ് തരുന്ന എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് മേടിച്ചാൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടും എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് പോയി മേടിക്കുക. അത് കുഞ്ഞു സാധനമാണെന്നുണ്ടെങ്കിലും വലിയ സാധനമാണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, അത് മേടിച്ചാൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടും. ഓക്കെ, അത് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങളത് പോയി മേടിക്കുക, നിങ്ങൾ തന്നെ മേടിക്കുക. ഓക്കെ, നിങ്ങളുടെ ക്യാഷിന് മേടിക്കുമ്പോൾ അത് പ്രത്യേക തരത്തിലുള്ളൊരു ഹാപ്പിനെസ് ആണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പർച്ചേസൊക്കെ നിങ്ങൾക്ക് തന്നെ കൊടുത്ത് നിങ്ങളുടെ ഹാപ്പി ആയിട്ട് വെക്കാൻ നിങ്ങൾ ട്രൈ ചെയ്യുക. ടെക്സ്റ്റ് താങ്ക് യു ടു സംവൺ ഹു ഹെൽപ്ഡ് യു ദിസ് ഇയർ. ഈ വർഷം നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് ഒരാൾക്കോ അല്ലെങ്കിൽ ഒന്നിലധികം ആൾക്കാരുണ്ടാകും. അവർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു താങ്ക് യു മെസ്സേജ് ടെക്സ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പം അവർ ഹാപ്പിയാകും, നിങ്ങൾ ഹാപ്പിയാകും. ഈ മന്ത് ഇനിയിപ്പം എൻഡ് ചെയ്യാൻ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ, അതായത് ഈ വർഷം എൻഡ് ചെയ്യാൻ ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ അങ്ങനൊരു മെസ്സേജ് അവർക്ക് സന്തോഷം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കട്ടെ. ആ മെസ്സേജ് അവർക്ക് സന്തോഷം ഉണ്ടാക്കും, നിങ്ങൾക്കും സന്തോഷം ഉണ്ടാക്കും. അപ്പോൾ ഒരു താങ്ക് യു മെസ്സേജൊക്കെ അയച്ചു കൊടുത്ത് അവരെ ഹാപ്പിയാക്കുക ഗൈസ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോയിൻറ്റ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്കിനി കൂടുതലായിട്ട് ഏതെങ്കിലുമൊക്കെ പോയിൻറ്റ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിത് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ കൂടുതലായിട്ട് പോയിൻറ്റ്സ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോയിൻറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.